ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളത് വയനാട് ജില്ലയിൽപ്പെട്ട ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു മക്കാമുണ്ട് ഇവിടെ. അതായത് ചേലോട് മക്കാം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇത് വൈത്തിരി കൽപ്പറ്റ റോഡിലാണ് ഈ ഒരു മക്കാമുള്ളത്. 300 വർഷത്തിലേറെ പഴക്കം ചെന്ന ഒരു മനോഹരമായ ഒരു മക്കാമാണ് ചേലോട് മക്കാം. ഇവിടെ സിയാറത്ത് ചെയ്യാനായി ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു മക്കാമിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പഴക്കം ചെന്ന ഒരുപാട് ഖബറുകളും ഇവിടെ നമുക്ക് കാണാം. ഈ പള്ളിയുടെ ഉൾഭാഗം നല്ല തണുപ്പാണ് ഈ പള്ളിയുടെ ഉൾഭാഗം. നല്ല മനോഹരമായ രീതിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണ രീതി കേട്ടോ. ഒരുപാട് കാലം 300 വർഷത്തിലേറെ പഴക്കം ചെന്ന ഒരു പള്ളി ആയതുകൊണ്ട് തന്നെ ഇത് നേരെ പോകുന്ന മക്കാമിലേക്കുള്ള വഴിയാണ്. മക്കാമിൻ്റെ ഉൾഭാഗമൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളിലെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് മക്കാമിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. പള്ളിയോട് ചേർന്നാണ് ഈ ഒരു മക്കാം നിലനിൽക്കുന്നത് കേട്ടോ. ഇവിടെ രാത്രി കാലങ്ങളിൽ വന്യജീവിയുടെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ 6 മണിക്ക് ശേഷം ഈ ഒരു മക്കാമിലേക്ക് പ്രവേശനം അനുവദനീയമല്ല കേട്ടോ. അപ്പോൾ 6 മണിക്ക് മുമ്പായിട്ട് 5 മണി വരെ 4 മണി വരെയൊക്കെ ഉള്ളൂ ഈ ഒരു സിയാറത്ത് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുന്ന സമയം. അപ്പോൾ ഇത് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ടേക്കുള്ള വഴിയാണ്. ഈ മസ്ജിദിൻ്റെ പേര് അനഫി ജുമാ മസ്ജിദ് മക്കാം എന്നാണ് ഈ ഒരു പള്ളിയുടെ പേര് കേട്ടോ. മക്കാമിൻ്റെ നേരെ താഴെ ഭാഗത്താണ് ഈ ഒരു മനോഹരമായ ഈ ഒരു പള്ളി ഉള്ളത് കേട്ടോ. വന്യജീവിയുടെ ഉപദ്രവം കൊണ്ട് ഇവിടെ 6 മണിക്ക് ശേഷം ഈ മക്കാമിലേക്ക് ആരും പ്രവേശനമില്ല. അതുകൊണ്ട് രാവിലെ ഒരു ഉച്ച സമയം 4 മണി 5 മണി വരെയുള്ളൂ ഇവിടുത്തെ സിയാറത്തും കാര്യങ്ങളും. റോഡിനോട് ചേർന്നാണ് ഈ ഒരു മക്കാമും പള്ളിയും. ഈ വീഡിയോ നിങ്ങൾ കാണാത്തവർക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ഈ ഒരു മക്കാമ് അറിയില്ല, അതുകൊണ്ട് അവർക്കെല്ലാം ഒരു ഉപകാരമായിരിക്കട്ടെ. ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു മക്കാമ് തന്നെയാണ് ഇവിടെ. ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഒരു മക്കാം സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും ദിനംപ്രതി ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്.